പ്രതിരോധിക്കുന്ന ഒരു മനുഷ്യനുണ്ടാവും. എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്. രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ തിരിക്കുകയാണ്. പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. ഈ കേരളത്തിൽ വന്നിട്ട് BJPയെ സഹായിക്കുന്ന കേരള അന്തരീക്ഷത്തിൽ BJPയുടെ അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധിയെപ്പോലൊരാളിൽ നിന്ന് ഉണ്ടാവുക എന്നത് തീർത്തും അപക്വമായൊരു കാര്യമാണ്. मैंने सत्य रखा देश के सामने. कांग्रेस आपकी संपत्ति छीनकर उनके खास लोगों को बांटने की गहरी साजिश रचकर बैठी है और पूरी कांग्रेस और इंडी गठबंधन में ऐसी भगदड़ मची है, ऐसी भगदड़ मची है. 13 സംസ്ഥാനങ്ങളിലെ 88 മണ്ഡലങ്ങൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചരണാന്തരീക്ഷത്തിൽ നിറയുന്നത് വർഗീയതയാണ്, വിദ്വേഷമാണ്, അങ്ങേയറ്റം മലീമസമായ പ്രസ്താവനയാണ്. രാജസ്ഥാനിൽ നടത്തിയ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇന്നും രാജസ്ഥാനിൽ, ഛത്തീസ്ഗഡിലൊക്കെ രാജസ്ഥാൻ വീണ്ടും ആവർത്തിക്കുന്നു. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് നമ്മൾ കണ്ടു. മാത്രമല്ല ഇന്ന് യോഗി ആദിത്യനാഥ് ശരീഅത്ത് നിയമം നടപ്പാക്കുമെന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന ഒരു പുതിയ കാര്യം കൂടി എടുത്തു പറയുന്നു. കേരളത്തിലേക്ക് വന്നാൽ PV അൻവർ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തിൽ സംശയം എന്ന് പറഞ്ഞാൽ DNA പരിശോധന നടത്തണം എന്നൊക്കെയുള്ള അങ്ങേയറ്റത്തെ നാലാന്തരം വർത്താനം PV അൻവർ അവിടെ നടന്നു. അതിനെ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് പ്രചരണത്തിന്റെ അവസാന കൊട്ടിക്കലാശ ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ വിദ്വേഷ പ്രസ്താവനകളും വർഗീയതയും കളം നിറയുന്നത് പരാജയ ഭീതിയിലാണോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ്, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ശ്രീ B ഗോപാലകൃഷ്ണൻ, ശ്രീ PM മാഷോ എന്നിവർ ചർച്ചയിൽ ചേരുന്ന അല്പസമയത്തിനകം മാഷോ എത്തിച്ചേരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ആദ്യം ശ്രീ നിജേഷിലേക്ക്. നിജേഷ്, ബാക്കി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്തുകൊണ്ട് ED അടക്കം അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തെ തൊടുന്നില്ല എന്ന ചോദ്യം ചോദിച്ചത് രാഷ്ട്രീയപരമായി ശരികേടാണെന്ന് എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി എന്ന ഒരു സങ്കല്പമൊക്കെ ഉള്ളപ്പോൾ അതായത് നമ്മൾ PV അൻവർ പറയുകയാണ് ഗാന്ധി കുടുംബത്തിൽ തന്നെ ഉള്ള ആളാണോ രാഹുൽ ഗാന്ധി എന്ന് അൻവറിന് സംശയം. DNA പരിശോധന നടത്തണമെന്ന് പറയുന്നു. അപ്പോൾ അൻവർ പലയാവർത്തി ഇത്തരത്തിൽ വാവുട്ട പരാമർശങ്ങൾ നേരത്തെ നടത്തിയ ആളാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുമ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന മട്ടിൽ അങ്ങനെ പറയുമ്പോൾ അത് തിരിച്ചു കിട്ടാൻ അർഹതയുള്ള ആളാണ് രാഹുൽ ഗാന്ധി എന്ന് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്നതിനെ കോൺഗ്രസ് കാണുന്നത് എങ്ങനെയാണ് നിജേഷ്? ഏതായാലും അൻവറിൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയാൻ തൽക്കാലം ഞാൻ തയ്യാറല്ല. കാരണം അത് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മോശകരമായ ഒരവസ്ഥയാണ്. പക്ഷെ അത് ഏറ്റുപിടിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ്റെ മാനസികാവസ്ഥയാണ് ഞാൻ നോക്കിക്കാണുന്നത്. ആശയപരമായി രാഹുൽ ഗാന്ധിയോട് എന്തെങ്കിലും വിയോജിപ്പുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയോടുണ്ടെങ്കിൽ, ഇന്ദിരാഗാന്ധിയോടുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാമെന്ന് എത്ര കാലം പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഇപ്പോഴല്ലേ രാജീവ് ഗാന്ധിയൊക്കെ അംഗീകരിച്ചത്. അന്ന് തിമിംഗലത്തെ രക്ഷിക്കാൻ കടലിൽ ചാടിയ രാജീവേ, ഭാരതത്തെ രക്ഷിക്കാൻ എവിടെ ചാടും രാജീവേ, ബോഫോഴ്സ് കള്ള രാജീവേ എന്ന് വിളിച്ച ആളുകൾ ഇവരുടെ പഴയ തലമുറയാണ്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നടത്തിയ ഈ പ്രസ്താവന അത് ശരിയാണോ, രാഷ്ട്രീയ കേരളത്തിന് ശരിയാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് CPM ആണ്. ഞാനൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നു, CPM എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ അല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിന് മറുപടി പറയേണ്ടത് CPMൻ്റെ സീതാറാം യെച്ചൂരിയെ പോലെയുള്ള പോളിറ്റ് ബ്യൂറോ അഖിലേന്ത്യാ സെക്രട്ടറിമാരെ പോലെയുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെ പോലെയുള്ള ആളുകളാണ്. അവർ പിണറായി വിജയനെ ഏത് രാഷ്ട്രീയ നേതാവിനെതിരെയും ഏത് രാഷ്ട്രീയ സംവാദത്തിലും ഉപയോഗിച്ചുകൂടാത്ത ഒരു നാലാന്തരം വാക്കാണ്, ഒരു വൃത്തികെട്ട വാക്കാണ്, അല്ലെങ്കിൽ അധമ വാക്കാണ് അൻവർ പറഞ്ഞ കാര്യത്തിൽ തർക്കവുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുന്നു, അദ്ദേഹം തള്ളി പറയുന്നില്ല, മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. MV ഗോവിന്ദനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, അതിനെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല. CPMൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവും PV അൻവറിനെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ലെങ്കിൽ PV അൻവർ പറയുന്നത് CPMൻ്റെ ഒരു വെർഷൻ തന്നെയാണ് എന്ന് കോൺഗ്രസ് സംശയിക്കുന്നുണ്ടോ നിജേഷ്?
ഞാൻ ഒരിക്കലും ഈ PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മറുപടി പറയാൻ തയ്യാറല്ല. കാരണം അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ, അദ്ദേഹം പറയുന്ന വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലുള്ള ഇടുന്ന കാര്യങ്ങൾ, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമുക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റുമോ? ആഷ്മി, അദ്ദേഹത്തിൻ്റെ ഒരു വേർഷൻ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കുക, നിയമസഭയ്ക്കകത്ത് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ എത്ര വലിയ ആരോപണങ്ങളായിരുന്നു. നിരന്തരമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അതിന് മറുപടി പറഞ്ഞാൽ അദ്ദേഹത്തെ മഹത്വം DNA പരിശോധന നടത്തണം. അല്ല, ഞാൻ ചോദിക്കുന്നത് DNA പരിശോധന നടത്തണം എന്നുള്ളത് മറുപടി അർഹിക്കാത്ത അവജ്ഞയോടെ തള്ളേണ്ട പ്രസ്താവന ഒരു തർക്കവുമില്ല. പക്ഷെ എന്റെ പ്രശ്നം അവിടെയല്ല. എന്റെ പ്രശ്നം അതിനെ കേരളത്തിലെ CPM-ന്റെ ഉന്നത നേതാക്കൾ തള്ളുന്നില്ല എന്നുള്ളിടത്താണ്. PV അൻവർ പറയുന്നത് കേരള CPM-ന്റെ മൗത്ത് പീസായി തന്നെ അല്ലേ എന്ന സംശയമുണ്ടോ? വളരെ സങ്കടത്തോടു കൂടി പറയട്ടെ, ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിച്ച ആളുകളാണ്. ഇന്ന് കോയമ്പത്തൂരിൽ, തൊട്ടപ്പുറത്ത് ഡിണ്ടിഗലിൽ, സിക്തറിൽ, ചിക്ബല്ലാപൂരിൽ, മുർഷിദാബാദിൽ, ത്രിപുരയിൽ എല്ലാം ഇതേ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന ആളാണ്. കഴിഞ്ഞ എത്രയോ കാലമായി CPM-ന്റെ അഖിലേന്ത്യാ നേതൃത്വവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. ഒരിടത്തും സീതാറാം യെച്ചൂരിയോ പ്രകാശ് കാരട്ടോ വൃന്ദ കാരട്ടോ ഇതുപോലെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. ഞാൻ പിണറായി വിജയൻ എന്ത് സംഭവിച്ചു എന്നാണ് നോക്കുന്നത്. ആ മനുഷ്യന് എന്തോ ഒരു അന്ധത, സ്വന്തം മകളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതൊരച്ഛനും ഉണ്ടാവും മക്കളുമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു വൈകാരിക തലം. പക്ഷേ സ്വന്തം മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബമെന്ന് ലോകം വിശ്വസിക്കുന്ന, അല്ലെ ലോകം അറിയുന്ന ഒരു കുടുംബത്തിനെ പറ്റി അയാളെ പറയാൻ ഞാൻ ഭാഷ ഉപയോഗിക്കുന്നില്ല. പറഞ്ഞാൽ എൻ്റെ സംസ്കാരത്തിന് അത് ശരിയാവാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ അത് മോശമായി പോകും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. പിണറായി വിജയന്റെ അതാണ് ചോദ്യം. ശ്രീ പി എം ആർ ഷോ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് ഒരിക്കലും പറയരുതാത്ത സംസ്കാരശൂന്യമായ, അന്തസ്സാരശൂന്യമായ ഒരു പ്രയോഗം നടത്തി, അല്ലെങ്കിൽ ഒരു പ്രയോഗക്കൂട്ടം നടത്തി PV അൻവറിനത് പുതുമയല്ല. അൻവർ പലപ്പോഴും നടത്താറുള്ളതാണ്. പോട്ടെ, അൻവറെ നമുക്ക് വിട്ടേക്കാം. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ സംവാദം നടക്കട്ടെ. ഇപ്പോൾ രാഹുൽ ഗാന്ധി പിണറായി വിജയനെ പറഞ്ഞത് ശരിയാണോ? ഇന്ത്യ മുന്നോട്ട് തർക്കം, അത് ശിഥിലമാക്കലെ തുടങ്ങിയ സംവാദങ്ങളിൽ, ആ സംവാദങ്ങളുടെ സമയത്ത് അങ്ങേയറ്റം വൃത്തികെട്ടൊരു വാക്ക് പറഞ്ഞ് പിണറായി വിജയനോട് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളതാണോ? CPM ആ പ്രസ്താവന തള്ളിപ്പറയേണ്ടതല്ലേ? PM ആർഷോ എന്തുകൊണ്ടാണ് മടി? പിണറായി വിജയന് പറയാൻ കഴിയാത്ത അൻവറിനെ കൊണ്ട് പറയിക്കുകയാണ് സംശയിച്ചാലോ? ആർഷോ, നിങ്ങൾക്ക് എന്തും സംശയിക്കുന്നതിനുള്ള അവകാശമുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ നിലയ്ക്ക് തന്നെ സംശയിച്ച് മുന്നോട്ട് പോയിക്കോ. അതിനകത്ത് ഞങ്ങൾക്ക് തർക്കമല്ല. ഒന്ന്, ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിദ്വേഷ പരാമർശം എന്നുള്ളതാണ് നിങ്ങളുടെ ചർച്ചയുടെ ടൈറ്റിലെങ്കിൽ ഞാനിതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഈ ഘട്ടത്തിലാണ് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അടക്കം ഈ നാടിനെ വർഗീയമായി ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനീചമായിട്ടുള്ള വാക്പ്രയോഗങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ്. അതിൽ നിന്നും മാറി ചർച്ച ഈ നിലയിലേക്ക് കൊണ്ടുപോയി ചുരുക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ എന്നുള്ളത് തുടക്കത്തിലെ തന്നെ സൂചിപ്പിക്കുകയാണ്. സർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നതാണെങ്കിലും ഇവിടെ PV അൻവർ പറയുന്നതാണെങ്കിലും അൻവർ പ്രധാനമന്ത്രിക്ക് പഠിക്കാവോ? അത് ശരിയാണോ ആർഷോ? ഒന്നുമല്ലെങ്കിൽ ഇപ്പോൾ അൻവർ നേരത്തെയുള്ള കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിന് വലിയ ഇടതുപക്ഷ ബോധ്യങ്ങളോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. CPM-മായി അല്ലെങ്കിൽ CPM-ന്റെ ആശയധാരയോട് ചേർന്ന് പോകാൻ കഴിയുന്ന ആളാണ് അൻവർ. ഞാൻ വ്യക്തിപരം ഞാൻ കരുതുന്നില്ല. പോട്ടെ, അതിന്റെ വ്യക്തിപര ധാരണ. എന്റെ ചോദ്യം എന്തിനാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ CPM-ന്റെ പിന്തുണയിൽ ജയിച്ച ഒരു MLA പ്രധാനമന്ത്രിക്ക് പഠിക്കുന്നത്? ആർഷോ, അല്ല, നിങ്ങൾ ഇതിനകത്ത് നടത്തുന്ന സമീകരണത്തിനകത്ത് വലിയ തെറ്റുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിനകത്ത് അങ്ങേയറ്റം വിദ്വേഷകരമായി നരേന്ദ്രമോദി ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന, വമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷം, ആ വിഷത്തോട് സമീകരിക്കുന്നതിനകത്തുള്ള പ്രശ്നമുണ്ട് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അങ്ങനെ സമീകരിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു നേതാവിനെ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുപ്പുന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്തതല്ല. നമുക്ക് ചർച്ച ചെയ്യാം, ഉറപ്പായി ചർച്ച ചെയ്ത് തന്നെ പോകും. നമ്മുടെ ഈ ചർച്ചയുടെ പർവ്വയിലൊക്കെ വരികയും ചെയ്യും. ആർഷോ ആ വിഷയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. പക്ഷെ ആർഷോ ഇവിടെ ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവിന്റെ പിതൃത്വം പരിശോധിക്കണം എന്നൊരു MLA പറയുമ്പോൾ തള്ളിപ്പാനുള്ള മിനിമം മര്യാദ CPM നേതാക്കൾ കാണിക്കേണ്ടതല്ലേ ആർഷോ? പോട്ടെ, പിണറായി വിജയൻ ആ യുക്തിയില്ലെങ്കിൽ, MV ഗോവിന്ദൻ ആ യുക്തിയില്ലെങ്കിൽ, യുവാവായ ആർഷോ എങ്കിൽ ഇപ്പോൾ ചെയ്യണ്ടേ? അൻവർ പറഞ്ഞത് വൃത്തികെട്ട വാക്കുകളാണെന്ന് പറയണ്ടേ? ഞാൻ പറഞ്ഞോട്ടെ, ആ ഗൗരവകരമായിട്ടുള്ള വിഷയത്തെ
അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും നീചമായിട്ടുള്ള പരാമർശത്തെ, ആ പരാമർശത്തെ രാജ്യത്തെ ജനാധിപത്യ സമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതിനെ ചുരുക്കുന്നതിന് വേണ്ടി, അതിനെ ചെറുതാക്കി കാണിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അനാവശ്യ സമീകരണം അത് ശരിയല്ല എന്നുള്ളതാണ്. ആ സമീകരണത്തിന് നിങ്ങൾക്ക് കൃത്യമായ, അതായത് നിങ്ങളുടെ ചാനൽ ഈ അവതാരകർ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട് എന്ന ഗൗരവപരമായിട്ടുള്ള വിമർശനമാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. സർ, PVN എന്ന് പറയുന്ന CPM-ന്റെ പിന്തുണയിൽ ജയിച്ച ഒരു മാന്യൻ വിദ്വേഷത്തിന്റെ വിഷം തുപ്പുന്നു. നിങ്ങൾക്കൊന്നും പറയാനില്ലേ ആർഷോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നലെയും അത് തന്നെയാണ് സംസാരിച്ചത്, ഇന്നും സംസാരിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ഒരു മാന്യൻ, ഒരു നേതാവിനെ പറ്റി, രാജീവ് ഗാന്ധി എന്ന് പറയുന്ന രാജ്യത്തിന്റെ രക്തസാക്ഷിയുടെ പുത്രനെ പറ്റി അദ്ദേഹത്തിന്റെ പിതൃത്വം പരിശോധിക്കണം എന്നൊരു ഒരു മര്യാദയോട് പറഞ്ഞിട്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അതിനെ പിന്തുണയ്ക്കുകയാണ്. എന്ത് കഷ്ടമാണ് ആർഷോ, എന്ത് കഷ്ടമാണ്. ഇതിനകത്ത് അൻവർ നടത്തിയിട്ടുള്ള പ്രസംഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ അതിനകത്ത് വിശദീകരണം തന്നു പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നിങ്ങൾ ഇതിനെ ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം എനിക്കുണ്ട്. ആ ആക്ഷേപം ഞാൻ ഉയർത്തി എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇപ്പൊ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി അവസാനം പറഞ്ഞ വാക്കുകൾ മാത്രമേ ഞാൻ കേട്ടുള്ളൂ. കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അധികമൊന്നും പുറകോട്ട് പോകേണ്ടെന്ന് സാഹചര്യമില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ആരംഭിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള കെ കരുണാകരനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ മകളെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് നടത്തിയ പരാമർശം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒന്ന് ഓർത്തു നോക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തോട് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ പറയുന്ന രോക്ഷപ്രകടനം പറഞ്ഞ അധമ വാക്കുകളോട് ആർഷോ യോജിക്കുന്നുണ്ടോ, CPM യോജിക്കുന്നുണ്ടോ? രോക്ഷപ്രകടനം അല്ല, PVN പറഞ്ഞ അധമ വാക്കുകളോട് ആർഷോയും അങ്ങയുടെ പാർട്ടിയും അത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ ആർഷോ? അൻവർ ഒരു വിശ്വാസം നടത്തിയിട്ടില്ല. അൻവർ പറഞ്ഞത് ഉറച്ചു നിൽക്കുകയാണ്. അൻവർ പണ്ട് 150 കോടി എന്തോ അഴിമതി പറഞ്ഞില്ലേ VD സതീശനെതിരെ? അതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് പറയാനുള്ള പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമായി ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ട്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം പറയേണ്ടതിന് പകരം നാലാംകിട വർത്തമാനങ്ങൾ പറയരുത് ആരായാലും എന്ന് കൃത്യമായി പറയേണ്ടതുണ്ട്. രാഷ്ട്രീയം പറയേണ്ടതിന് പകരം നാലാംകിട വർത്തമാനങ്ങൾ ഏത് MLA ആയാലും പറയരുത് എന്ന് കൃത്യമായി പറയണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർത്ത് പിടിക്കുകയാണ് വൃത്തികേട് പറഞ്ഞ അൻവറിനെ. ആർഷോ, ഇതില് വൃത്തികേട് പറഞ്ഞു തുടങ്ങിയതാരാ? നാലാംകിട വർത്തമാനം പറഞ്ഞു തുടങ്ങിയതാരാ? എന്താ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് നടത്തിയ പ്രസംഗം? അവിടെ നിന്നല്ലേ ഈ വൃത്തികേടും നാലാംകിട വർത്തമാനം ആരംഭിക്കുന്ന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? ഇടതുപക്ഷം വളരെ കൃത്യമായി അതൊക്കെ രാഷ്ട്രീയമാണ് ആർഷോ, ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ രാഷ്ട്രീയമാണ് ആർഷോ. അത് പറയുന്നതിന് അവിടെ കൊണ്ട് ഒരു നേതാവിന്റെ പിതൃത്വം പരിശോധിക്കണം എന്ന് പറയുന്നത് ഇടതു നയമാണോ? അതെങ്ങനെ നിങ്ങൾക്ക് രാഷ്ട്രീയമാവുക? ഒരു നേതാവിന്റെ പിതൃത്വം പരിശോധന എന്നുള്ളതാണ് നിങ്ങളുടെ മഹത്തായ രാഷ്ട്രീയം. ന്യായീകരിക്കല്ലേ ആർഷോ? അറ്റ്ലീസ്റ്റ് ന്യായീകരിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുക. ചുരുങ്ങിയ പക്ഷം ന്യായീകരിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുക. ആർഷോ എന്തായാലും കോൺഗ്രസ് വഴി പല രാഷ്ട്രീയ വഴികൾ തേടി വന്ന് CPM-ലേക്ക് വന്ന ആളല്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ന്യായീകരിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുക. ബഹുമാനപ്പെട്ട അവതാരകനാണ് ഇവിടെ കോൺഗ്രസിന് വേണ്ടി ന്യായീകരണം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങതിന്റെ അവതാരകനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. ഇതിനകത്ത് നാലാംകിട വർത്തമാനം ആരംഭിച്ചതാരാ? പിണറായി വിജയനെ ജയിലിൽ അടക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാ മഹത്തായ രാഷ്ട്രീയ ആശയ പ്രചരണമാവുന്നത്? അതെങ്ങനെ നിങ്ങൾക്ക് മഹത്തായ രാഷ്ട്രീയമാവുന്നത്? അതിനകത്തുള്ള രാഷ്ട്രീയം എന്താ? അപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണ ഏജൻസി വന്നില്ല എന്ന് ചോദിക്കുന്നവർക്ക് പിതൃത്വ പരിശോധന CPM നയമാണ്. അത് പറ ആർഷോ. മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണ ഏജൻസി വരുന്നില്ല എന്ന് ആര് ചോദിച്ചാലും അവരുടെ പിതൃത്വം പരിശോധിക്കുക എന്ന PVN നയം CPM-ന്റെ നയമാണെന്ന് പറയൂ ആർഷോ. അപ്പൊ ക്ലിയർ ആവുമല്ലോ. നിങ്ങൾക്ക് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നത്, നിങ്ങൾക്ക് അതെങ്ങനെയാ നിങ്ങൾക്ക് വലിയ മഹത്തായ രാഷ്ട്രീയ പ്രചരണം ആവുന്നത്? ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആവുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് എന്ത് കേസിന്റെ പുറത്താണ് പിണറായി വിജയനെ ജയിലിലടക്കേണ്ടത്? ഈ രാജ്യത്ത് സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടം കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ സംഘപരിവാറിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യാകുമ്പോൾ സംഘപരിവാറിന്റെ നെറികെട്ട ഭരണം അവസാനിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ RSSനെതിരെ വാതുറക്കാതെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയെ ആകെ തകർക്കുന്ന നിലയിലേക്ക് കേരളത്തിൽ വന്ന് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം, പിണറായി വിജയനെ ജയിലിലടക്കണം എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് നിങ്ങൾക്ക് മഹത്തായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആവുന്നത് എങ്ങനെയാണ് സാറേ? അപ്പൊ ആരാ അത്? രാഷ്ട്രീയം. ഇന്ദിരാഗാന്ധിയുടെ കാര്യം പിണറായി വിജയൻ പറഞ്ഞത് രാഷ്ട്രീയം. അൻവർ പറഞ്ഞത് അരാഷ്ട്രീയമാണ്.
രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഷ്ട്രീയം, രാഹുൽ ഗാന്ധി പറയുന്നത് രാഷ്ട്രീയം, പിണറായി വിജയൻ മറുപടി പറയുന്നത് രാഷ്ട്രീയം, ഇപ്പോൾ ആശയ പറയുന്നത് രാഷ്ട്രീയം, അൻവർ പറയുന്നത് നാലാംകിട വൃത്തികെട്ട വാക്ക്. സമ്മതിക്ക്. അൻവർ പറയുന്നത് നാലാംകിട അരാഷ്ട്രീയ വൃത്തികെട്ട വാക്ക്. അത് തള്ളിപ്പറ, ബാക്കി നമുക്ക് രാഷ്ട്രീയം പിന്നെ സംസാരിക്കാമല്ലോ. നിങ്ങൾക്ക് രാഹുൽ അല്ല, നേതാവ് ഒരു നേതാവ്, ഇപ്പൊ ഏത് നേതാവായിക്കോട്ടെ, ഏത് നേതാവായിക്കോട്ടെ കുതിർത്ത പരിശോധന നടത്തുന്ന ഏത് നേതാവ് പറഞ്ഞാലും അങ്ങേയറ്റം വൃത്തികെട്ട വാക്കുകളാണ്. അത് കേരള രാഷ്ട്രീയത്തിന്റെ മാന്യതയ്ക്ക് നിരക്കുന്നതല്ല. തള്ളിപ്പറയാൻ തയ്യാറാവണം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. അങ്ങനെ രാഷ്ട്രീയം ചർച്ച ചെയ്ത് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ വഴിതെറ്റിക്കുന്നത്, അല്ലെങ്കിൽ ഈ നിലയിലേക്ക് ചർച്ച വഴിതിരിച്ചുവിടുന്നത്, ഇവിടെ രാഷ്ട്രീയം വിട്ട് നാലാംകിട വർത്തമാനം പറയുന്നത് ആരംഭിച്ചത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളതിനകത്ത് തർക്കമില്ല. ആ നിലയിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ നാലാംകിട വർത്തമാനം ആദ്യമായി പറയുന്നത് നിങ്ങളുടെ MLA ആണ്, അൻവർ എന്നാണ് അയാളുടെ പേര്. ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ പ്രചരണത്തിൽ നാലാംകിട വർത്തമാനം, അന്തസ്സില്ലാത്ത സംസ്കാരശൂന്യമായ വർത്തമാനം പറഞ്ഞത് PV അൻവർ നിങ്ങളുടെ MLA ആണ്. ആർഷോ, ബാക്കി രാഷ്ട്രീയം അത് വഴിയെ ചർച്ച ചെയ്യാം. ഷിബി ഗോപാലകൃഷ്ണൻ ഇന്നിപ്പോ ബാക്കി രാഷ്ട്രീയമാണ് എന്ത് PM മാസ്റ്റർ എങ്ങനെയാണ്? PM മാസ്റ്റർ ഇപ്പൊ VD സതീശനും K സുധാകരനും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം, വ്യക്തിപരമായി രാഹുൽ ഗാന്ധി ദേശീയ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാൾ ഇവിടെ വന്ന് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം ഞാൻ വ്യക്തിപരം പറയും, എന്റെ ചർച്ച ചെയ്യുന്ന നിലപാട് അത് തന്നെയാണ്. അത് പറയുന്നതിന് ആ നേതാവിന്റെ DNA പരിശോധിക്കണം എന്ന് പറയുന്നതിനെ രാഷ്ട്രീയമായി ഇക്വേറ്റ് ചെയ്യണോ ആർഷോ? കഷ്ടമാണേ. ഞാൻ എത്താം ആർഷോ, നമുക്കെത്താം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇന്നിപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോ വിദ്വേഷവും വർഗീയതയും മലീബസ വർത്താനവും ഒക്കെയാണല്ലോ നമ്മുടെ വിഷയം, ദൗർഭാഗ്യവശാൽ. ശരി, ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഇന്ന് രാജസ്ഥാനിൽ ഇന്നലെ പറഞ്ഞു അങ്ങേയറ്റം വിദ്വേഷഭരിതമായ, അങ്ങേയറ്റം വിഭാഗീയമായ, അങ്ങേയറ്റം വർഗീയമായ, അങ്ങേയറ്റം മലീമസമായ പ്രസ്താവന രാജസ്ഥാനിൽ നമ്മുടെ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നു. ഇന്ന് രാജസ്ഥാനിൽ ഈ പറഞ്ഞ മുസ്ലിം കുടിയേറ്റക്കാർ 2 വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് ആവർത്തിക്കുന്നു. അപ്പോൾ അത് ഒഴിവാക്കിയാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഉണ്ടായി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം, ഉദ്ദേശിക്കുന്ന ധ്രുവീകരണം ഉണ്ടായി എന്ന കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ ശ്രീ ബി ഗോപാലകൃഷ്ണൻ? ഞങ്ങളുടെ കോൺഫിഡൻസിന് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇന്ന് കണ്ടില്ലേ, ഏകപക്ഷികമായിട്ട് പത്രിക പോലും കൊടുക്കാൻ ആളില്ലാതെ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം, നിങ്ങളിപ്പോൾ അങ്ങോട്ട് അധികാരത്തിൽ വരുമെന്ന് നിങ്ങളൊക്കെ വിശ്വസിച്ച് പ്രചരണം നടത്തുന്ന കോൺഗ്രസ്സിന് പത്രിക കൊടുക്കാൻ പോലും ആളില്ല. അവസാനം അദ്ദേഹത്തെ പിന്താങ്ങിയ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ പിന്താങ്ങുന്നില്ല, ഞങ്ങളുടെ ഒപ്പമല്ല. ഭീഷണിയൊന്നുമില്ല, അവർ സ്വയം ചെയ്തതാ. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് BJPക്ക് അനുകൂലമാണ്. ഇനി വരാൻ മനസ്സിലായില്ല. അവിടെ ഭീഷണിയൊന്നുമില്ല എന്നൊരു വാക്ക് അത് ആഷ്മയായതുകൊണ്ട് നിങ്ങൾ അടുത്ത പറയാൻ പോണതായിരിക്കും. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് പറയാൻ തോന്നുമോ എന്നൊരു എടുത്തു പറയേണ്ട കാര്യം എന്താണ് ബി ഗോപാലകൃഷ്ണൻ? പറഞ്ഞോളൂ. അല്ല, ചില കള്ളന്മാരെ കാണുമ്പോൾ അത് തോന്നും. ചില കള്ളന്മാര് കുത്തിയിരുന്ന് ടൈം കോട്ട് വിട്ടിട്ട് കളവ് പറയല്ലേ BJPക്കെതിരെ. താങ്കൾക്ക് തന്നെ അപ്പൊ അറിയാം, അപ്പൊ ഭീഷണിയാണെന്ന് അറിയാം, താങ്കൾക്ക് തന്നെ അറിയാം ഭീഷണി കാരണമാണ് പിന്മാറി, താങ്കൾക്ക് തന്നെ അറിയാം. അപ്പൊ താങ്കൾ സ്വമേധയാ താങ്കളുടെ ഉപബോധ മനസ്സിൽ നിന്ന് ഭീഷണി ഇല്ലാന്ന് അറിയാതെ പുറത്തു ഓക്കെ പറഞ്ഞോളൂ. നിങ്ങളെന്തിനാ വിഷമിക്കുന്നത്? ഞാൻ കോട്ടും ടൈയും കെട്ടിയ കള്ളന്മാരെന്ന് പറയുമ്പോൾ നിങ്ങളെന്തിനാ വിഷമിക്കണം? ഞാൻ നിങ്ങളെയല്ല പറഞ്ഞേ. ചില കള്ളന്മാരിരുന്ന് 24 മണിക്കൂറും BJP കളവ് പറയല്ലേ. അങ്ങനെ ആരൊക്കെ എന്തൊക്കെ വിടുവാ പറയുന്നു, അങ്ങനെയാ ഞങ്ങളങ്ങനെ സാർ, അങ്ങനെ ആരൊക്കെ എന്തൊക്കെ വിടുവാ പറയുന്നു, നമ്മൾ കാര്യം മൈൻഡ് ചെയ്യുന്നില്ല, പറഞ്ഞു പൂർത്തിയാക്കും. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെയല്ല, അത്രേ ഉള്ളൂ. വിഷമിക്കുന്നു അങ്ങനെ ആരൊക്കെ എന്തൊക്കെ വഴി എന്തൊക്കെ പറഞ്ഞു നടക്കുന്നു മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ വിട്ടേക്കും. നിങ്ങൾ ഇട്ടുള്ള പറഞ്ഞോളം പറയാറില്ലേ? പറഞ്ഞു പൂർത്തിയാക്കും. അതെ, അത് ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലെന്ന്. അപ്പൊ അത് പോട്ടെ. അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾക്കൊരു കോൺഫിഡൻസിന്റെ കുറവുമില്ല. ഞങ്ങളുടെ ആത്മവിശ്വാസം 370-400 എന്ന സീറ്റ് ഉറപ്പിക്കൽ തന്നെയാണ്. അതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തെരഞ്ഞെടുപ്പ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. രാഷ്ട്രീയ വിഷയം ഉയർത്തുന്നതിന് പകരം ചില രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായിട്ടും ഉയർത്തുന്ന ചില പ്രശ്നങ്ങളെ അതേ രീതിയിൽ തന്നെ ഞങ്ങളും വ്യാഖ്യാനിക്കും. ഒരു ഉദാഹരണം ഞാൻ താങ്കളോട് പറയാം.
CAA കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചയ്ക്ക് വെച്ചതാണ്, പക്ഷെ താങ്കൾ അതുമേ സംസാരിച്ചില്ല. CAA എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു മുസൽമാനും ബാധിക്കുന്ന വിഷയമല്ല, ഇന്ത്യയിലെ ഒരു ജനങ്ങൾക്കും ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത് എന്താ? കോൺഗ്രസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രഭാഷണത്തിൽ പറഞ്ഞതെന്താ? CAA എന്ന് പറയുന്നത് ഈ നാട്ടിലെ മുസ്ലിങ്ങളെ പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ആദ്യപടിയാണ്. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു ഇത് മുസ്ലിം സമൂഹത്തെ രണ്ടാംകിട പൗരന്മാരായി കാണുന്നതിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇതിനൊന്നും മറുപടി പറയാൻ പാടില്ലേ? മറുപടി പറയും. ഇപ്പൊ താങ്കൾ അല്ല CB ഗോപാലകൃഷ്ണൻ, അപ്പൊ താങ്കൾ പറയുന്നത് കോൺഗ്രസും CPM കള്ളം പറയുകയാണെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിന്ന് രാജ്യത്തോട് കള്ളം പറയും, അങ്ങനെയല്ലേ ആ യുക്തി? താങ്കൾ പറഞ്ഞു വരുന്ന യുക്തി അങ്ങനെയല്ല. അതല്ല എൻ്റെ യുക്തി. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് കള്ളമാണെങ്കിലും സത്യമാണെങ്കിലും അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അതാണ് അതിൻ്റെ യുക്തി. നിങ്ങൾ പറയുന്നത് കളവാണോ, നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 24 ഇവിടുത്തെ പല മാധ്യമങ്ങളും നരേന്ദ്രമോദിയെക്കുറിച്ച് തെറി പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അത് വിശ്വസിച്ചിട്ട് അവർ ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അതൊരു സത്യമാണ്. സത്യത്തെ സത്യമല്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നത് കളവാണെങ്കിലും അറിയാതെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതല്ല, ഇതാണ് ശരി എന്ന് പറയേണ്ട ചുമതലയുണ്ട്. കോൺഗ്രസിന് വോട്ട് ചെയ്താൽ പച്ചക്കളവും കള്ളവും പറഞ്ഞ ആരാണെന്ന് ഈ ദിവസങ്ങളിൽ രാജ്യത്തിന് ബോധ്യമാകുന്നുണ്ട്. ബി ഗോപാലകൃഷ്ണൻ ഇവിടെ യോഗി ആദിത്യനാഥ് പറയുകയാണ് ശരീഅത്ത് നിയമം നടപ്പാക്കുമെന്ന് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നു. എന്തിനാണ് ഇങ്ങനെ പരമനുണ പച്ചക്കള്ളം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഉളുപ്പുണ്ടാവുന്നില്ലേ നിങ്ങൾക്ക് CB ഗോപാലകൃഷ്ണൻ? കഷ്ടമല്ലേ അത്? ഞാനൊരു കാര്യം ചെയ്യാം. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിലെ 8ാമത്തെ നമ്പർ അങ്ങ് വായിക്കാം. അതിനകത്ത് അതുണ്ടോ ഇല്ലയോ എന്ന് താങ്കൾ അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പറയാം. വി വിൽ എൻഷുർ റീഫോം ഓഫ് പേഴ്സണൽ ലോ. ആരുടെ പേഴ്സണൽ ലോ? സച്ച് റീഫോം ഞാൻ വായിക്കാം. സച്ച് റീഫോം മസ്റ്റ് ബി അണ്ടർടേക്കൺ വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ആൻഡ് കൺസെന്റ് ഓഫ് ദ കമ്മ്യൂണിറ്റീസ് കൺസേൺഡ്. അർത്ഥം എന്താ? അതിന് മലയാള അർത്ഥം എന്ന് പറയാ ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ നടപ്പാക്കുന്നല്ലോ. അതല്ലേ അതിനകത്ത് പറയുന്നത്. അതിൽ റീഫോം കൊണ്ടുവന്ന് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടവരെ കേൾക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ ശരിയ നിയമം നടപ്പാക്കാനാണോ ഈ ഗോപാലകൃഷ്ണ? അല്ല, നിങ്ങൾ എന്താ കൂട്ടിക്കിടക്കേണ്ടത്? അത് തന്നെയാ പറയുന്നത് അതിൽ അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എന്നോടൊരു കാര്യം, ഇതെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. നിങ്ങൾ കിടന്ന് ബഹളം വെക്കുള്ളൂ. നിങ്ങൾ ബഹളം വെച്ചാൽ ഒപ്പം ബഹളം വെക്കാനൊന്നും ഞാൻ വരുന്നില്ല. പക്ഷേ എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുക. കോൺഗ്രസിൻ്റെ 8ാമത്തെ പോയിന്റിൽ വി വിൽ എൻഷുർ റീഫോം ഓഫ് പേഴ്സണൽ ലോ. ആ പേഴ്സണൽ ലോയിൽ റീഫോം ഉണ്ടാക്കുന്നത്, നിയമ നടപടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അതുണ്ടാക്കുന്നത് പാർട്ടിസിപ്പേഷൻ ആൻഡ് കൺസെന്റ് ഓഫ് ദ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ആരാ? അപ്പൊ അത് പേഴ്സണൽ ലോ നടപ്പാക്കാനുള്ള അല്ലെങ്കിൽ എന്തിനാണ് ഈ മതപരമായ പേഴ്സണൽ ലോയെ ഈ മാനിഫെസ്റ്റോയിൽ കൊണ്ടുവരുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു പാർട്ടിയുടെ മാനിഫെസ്റ്റോ ഞാൻ ചോദിക്കുന്ന ഞാനൊരു കാര്യം, ഏക സിവിൽ കോഡിനെ ബന്ധപ്പെട്ട ആളുകളെ കേൾക്കാൻ വേണ്ടിയിട്ട് കേൾക്കുമെന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ പറയുന്ന കാര്യമൊന്നും നിങ്ങൾ പറയാറില്ലല്ലോ. ദേ കൊണ്ടുവന്നു ഏക സിവിൽ കോഡ്, ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ ഓടിക്കാനാണെന്ന് പറയുന്നവരല്ല നിങ്ങൾ. അങ്ങനെയൊന്നുമല്ല. ബന്ധപ്പെട്ടവരെ കേൾക്കുമെന്ന് പറയുന്ന കാര്യം തന്നെയല്ലേ 8ാമത്തെ പ്ലാറ്റ്ഫോമിൽ താങ്കൾ വലിയ കാര്യമായി വായിച്ചത്? ഞാൻ ചോദിക്കട്ടെ, അല്ല ഈ അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെന്ന് നിങ്ങൾ പറയാൻ എന്നെ സമ്മതിക്കേ. അതല്ല ഒരു മര്യാദ. നിങ്ങൾ ഇടയിൽ ചർച്ച ചെയ്യല്ല. നിങ്ങൾ എന്നോട് എന്താ ചോദിച്ചത്? പേഴ്സണൽ ലോന്റെ കാര്യം നിങ്ങൾ തന്നെ പറയുന്നു. എന്നിട്ട് ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരുമായി സംസാരിച്ച് ആർക്കും ഒരു പരിക്കില്ലാതെ എല്ലാവരെയും കൂടി സമന്മാരായിട്ട് ഞങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് BJP പറഞ്ഞപ്പോൾ നിങ്ങൾ ഏക സിവിൽ കോഡിനെതിരായിട്ടാണ് ചർച്ച ചെയ്തത്. ഏക സിവിൽ കോഡ് മുസ്ലിം ഒന്നാമത് അതിന്റെ അർത്ഥം ശരീഅത്തിലോ എന്നല്ല. ഒന്നാമത് പേഴ്സണൽ ലോ, വ്യക്തി നിയമം എന്നുള്ളതാണ്. ശരീഅത്ത് നിയമം എന്നുള്ളതല്ല. വ്യക്തി നിയമം ഒന്നാമത് ശരീഅത്ത് നിയമം എന്നുള്ളതല്ല, വ്യക്തി നിയമം എന്നുള്ളതാണ്. വ്യക്തി നിയമം എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായ ഒന്നല്ല.
നിങ്ങളെ ബി ഗോപാലകൃഷ്ണ, വ്യക്തി നിയമം എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായ ഒന്നല്ല. രാജ്യത്ത് പല വിഭാഗങ്ങൾക്ക് അവരുടെ വ്യക്തി നിയമങ്ങളുണ്ട്. അതിനെ ശരിയത്ത് നിയമമായിട്ട് വ്യാഖ്യാനിക്കുന്നു യോഗി ആദിത്യനാഥ്. അതിനെയാണ് പരവർഗീയത, പരമത വിദ്വേഷം ഉണ്ടാക്കുന്നത്, വോട്ട് പിടിക്കാൻ ഉളുപ്പിലെ ചോദ്യം വരുന്നത്. ബി ഗോപാലകൃഷ്ണൻ, ഞാനേ ഈ നാട്ടിലെ ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ എല്ലാം അറിയാം. ഇത് രാഷ്ട്രീയവുമായിട്ടുള്ള പോരാട്ടലാണ്. കൃത്യമായി ചില കാര്യങ്ങൾ പറയും. ഞാനൊന്ന് പറയാൻ അനുവദിക്കുക. നിങ്ങൾ പേഴ്സണൽ എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ ബേസിക്കലി പ്രധാനമന്ത്രിയെക്കുറിച്ചാണല്ലോ നിങ്ങൾ തുടക്കം മുതൽ പറഞ്ഞത്. ആ ആർഷോ എന്ന് പറഞ്ഞിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീയെ ചവിട്ടി തവിടുപൊടിയാക്കി ആ സ്ത്രീയോട് ഒരു മാന്യതയും കാണിക്കാതെ പെരുമാറുന്ന ചങ്ങാതിയെയാണ് ഇപ്പോൾ വിദ്വേഷ പ്രസംഗത്തിനെതിരായിട്ട് താങ്കൾ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അയാളാണ് പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം അതാണ് ചർച്ച ചെയ്യേണ്ടത്. ഞാൻ ചവിട്ടി പെണ്ണിനെ മാനഭംഗപ്പെടുത്താനോ അല്ലെങ്കിൽ പെണ്ണിന്റെ മാന്യതയോ തകർത്തതൊന്നും പറയരുത് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ വിഷയം നിങ്ങൾ കൊണ്ടുവന്നിട്ടാണല്ലോ. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ വിദ്വേഷ പ്രസംഗം എന്താ? പ്രധാനമന്ത്രി ഒരു വിദ്വേഷ പ്രസംഗവും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലത്തെ കാര്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, ഇടയിൽ സംസാരിക്കരുത് പ്ലീസ്. അത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്താൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. whenever we have been divided the enemy has taken advantage of it. whenever we have been divided, നമ്മൾ മതത്തിന്റെ പേരിലുള്ള ഒരു ഡിവിഷൻ കൊണ്ടുവന്നാൽ ശത്രുക്കൾ അതിൽ നിന്ന് മുതലെടുക്കും. കഴിഞ്ഞ 10 വർഷമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നു, നരേന്ദ്രമോദി ഭരിക്കുന്നു. അദ്ദേഹത്തിന്റെ പദ്ധതികളിൽ ഒന്നും മതമില്ല. അദ്ദേഹത്തിന്റെ പദ്ധതികൾ മതത്തിന്റെ പേരിൽ ആർക്കെങ്കിലും ഡിസ്കാർഡ് ചെയ്തതായിട്ട് ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. 24 അറിഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാ പദ്ധതികളും എല്ലാവർക്കും ഈക്വലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആരെയും മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷെ ഇവിടെ ചർച്ച എന്താ? കോൺഗ്രസ് പറയുന്നത് വെൽത്ത് എന്ന് പറയുന്ന സാധനം സാമൂഹിക സാമ്പത്തിക ജാതി സർവേ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ സ്വത്ത് പിടിച്ചെടുത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിന് രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? ഒരു എക്സ്റേ എക്സാമിനേഷൻ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ താങ്കളുടെ വീട്ടില് തങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു 10 പവന്റെ താലിമാലയുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരാൾക്ക് ചരട് മാത്രമേ ഉള്ളൂ. അപ്പോൾ താങ്കളുടെ ഭാര്യ 10 പവൻ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? ഹാഷ്മി ഇവിടെ വന്ന് വർക്ക് ചെയ്ത് ഹാഷ്മിക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ തുകയായിരിക്കാം ആ ഭാര്യ ഇട്ടിരിക്കുന്ന 10 പവൻ. പക്ഷേ രാഹുൽ ഗാന്ധി എന്താ പറയുന്നത്? ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാതിരിക്കാൻ ഈ സാമൂഹികമായിട്ടുള്ള ഈ സർവേ ഒക്കെ നടത്തിയിട്ട് റീഡിസ്ട്രിബ്യൂഷൻ, വെൽത്ത് പിടിച്ചെടുത്ത് റീഡിസ്ട്രിബ്യൂഷൻ നടത്തും. അതിന് ഒരു എക്സ്റേ എക്സാമിനേഷൻ കൊണ്ടുവരുമെന്നാണ്. പണ്ട് ബീഫിന്റെ കാര്യത്തിൽ നിങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, നിങ്ങൾ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് വീമ്പ് പറഞ്ഞവരാണ് നിങ്ങൾ. അതേ ആളുകളാണ് ഇപ്പൊ പറയുന്നത് 10 പവനുള്ള മാല പിടിച്ചെടുത്ത് 1 പവനുള്ള മാല കൊടുക്കുന്നതാണോ പറയുന്നത്? ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. താങ്കൾ ആത്മാർത്ഥമായി പറയുന്നതാണോ അതോ വാദത്തിൽ ജയിക്കാൻ വേണ്ടി പറയുന്നതാണോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് പോട്ടെ, അത് അദ്ദേഹം ഉത്തരേന്ത്യയിൽ രാജസ്ഥാനിൽ വോട്ട് പിടിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് കേരളമാണ് ബി ഗോപാലകൃഷ്ണൻ, ഇത് കേരളമാണ്. കാര്യങ്ങൾ മനസ്സിലാവുന്നവരാണ്. അവരോട് പറയല്ലേ സാർ, അവരോട് പോയി ബി ഗോപാലകൃഷ്ണൻ കേരളമല്ലേ സാർ? കാര്യം മനസ്സിലാവില്ലേ? ഇവിടെ എക്കണോമിക്സ് അറിയാവുന്നവരില്ലേ? റീഡിസ്ട്രിബ്യൂഷൻ വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു വീട്ടിലെ 10 പവൻ മാലുള്ള പിടിച്ചു പറിച്ച മാലയില്ലാത്ത കൊടുക്കുകയാണോ? ഞാനൊന്ന് പറയുന്നത് കേക്ക്. പരിഹാസ്യനാവല്ലേ ബി ഗോപാലകൃഷ്ണൻ? കഷ്ടമല്ലേ? മിസ്റ്റർ, ഞാൻ പറയുന്നത് കേക്ക്. ഞാനൊന്ന് പറയട്ടെ, ഇത് കേരളമാണ് എന്ന് പരസ്യമായി പറയുന്ന ആളാണ് താങ്കൾ. പലപ്പോഴും എന്നോട് പറഞ്ഞത് കേരളമാ. അതേ കേരളത്തിൽ 33 പേര് സിറിയയിലേക്ക് പോയത്. അതേ കേരളത്തിലാണ് പരസ്യമായിട്ട് അവരും മലരും സൂക്ഷിച്ചോ കുന്തിരിക്ക സൂക്ഷിച്ചോ നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ചത്. ഇതിനൊക്കെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നാളെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഞാൻ എക്കണോമിക് ആസ്പെക്ടിൽ പറയാം, മതം ജാതി ഒക്കെ മാറ്റിവെക്ക്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ബി ഗോപാലകൃഷ്ണൻ ഒരു വീട്ടിലേക്ക് കയറിപ്പോയി അവരുടെ അലമാരിയിൽ ഇരിക്കുന്ന സ്വർണം പിടിച്ചെടുത്ത് സ്വർണ്ണം ഇല്ലാതെ കൊടുക്കുന്നവരല്ല. ഏറ്റവും ചുരുങ്ങിയ പക്ഷെ അതെങ്കിലും മനസ്സിലാക്കും. അതിന് എക്കണോമിക്കൽ ആസ്പെക്ട് ഉണ്ട് സാർ. അതിന് എക്കണോമിക് എന്താ പറഞ്ഞത്? താലിമാല വെൽത്തല്ലേ? രാജ്യത്തെ 23% സ്വത്ത് കേവലം 1% കോടീശ്വരന്മാരുടെ കയ്യിലാണ്. സാർ, രാജ്യത്തെ 23% സ്വത്ത് കേവലം 2% വരുന്ന കോടീശ്വരന്മാരുടെ കയ്യിലാണ്. ബാക്കി താഴെത്തട്ടിലേക്ക് വന്ന പരമ കഷ്ടമാണ്.
ഉള്ളവനും ഇല്ലാത്തവനും നമ്മൾ അന്തരം ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം വലിയ വലിയ കടൽ പോലെ കടൽ ഗ്യാപ്പ് പോലെ കിടക്കുകയാണ് ഈ നരേന്ദ്രമോദി ഭരണത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് ആസ്പെക്ട്. അല്ലാതെ മാല പറിച്ചെടുത്തുകൊണ്ട് മാല കൊടുക്കുന്നു പറയല്ലേ ബി ഗോപാലകൃഷ്ണൻ. ഇത് മലയാളികൾ കേൾക്കുന്നതല്ലേ? ചിരിക്കില്ലേ? മോദിയെ വിട്, രാജസ്ഥാൻ വിട്. താങ്കൾ വന്നതിൽ ആവർത്തിക്കല്ലേ അത്? ഞങ്ങൾക്ക് സൗകര്യമില്ല സാർ, ഞങ്ങൾക്ക് സൗകര്യമില്ല. ഞാൻ പറയുന്നത് മോദി പറയട്ടെ, യോഗി ആദിത്യനാഥ് പറയട്ടെ, 23% മോദി പറയട്ടെ, ആദിത്യനാഥ് പറയട്ടെ. ഇത് കേരളത്തിൽ ഇതൊക്കെ മനസ്സിലാവുന്ന മലയാളികൾക്ക് മുന്നിൽ വന്ന് വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മാല പറിച്ചിട്ട് അപ്പുറത്തോട് കൊടുക്കുന്നത് ബി ഗോപാലകൃഷ്ണൻ പറയില്ല. ആൾക്കാർ ചിരിക്കില്ലേ? ശരി, ഞാൻ തിരികെ അതെ, ആ മലയാളിയുടെ മുമ്പിലേക്കാണ് വെൽത്ത് എന്ന് പറഞ്ഞാൽ മാലയാണ്. വെൽത്ത് എന്ന് പറഞ്ഞാൽ മാലയാണ്, വെൽത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, വെൽത്ത് എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാലൻസ് ആണ്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ജയിച്ചാൽ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ സ്വർണവും ഭൂമിയും പണവും അവർ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് റീഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞത്. അതിനകത്ത് ഒരു മാറ്റവുമില്ല. മാറ്റി പറയാൻ നരേന്ദ്രമോദി മാറ്റുന്നുണ്ട്. അത്രയും കടന്നു പറയണമെന്ന് മോദിക്ക് തോന്നുന്നുണ്ടോ? നല്ല കാര്യം. ശരി, ശ്രീ ആനന്ദ് കൊച്ചുടി, ഇതാ ഇവിടെ BJP കർണാടകയുടെ ഒഫീഷ്യൽ എക്സ് ഹാൻഡിൽ ഇപ്പോഴും കിടപ്പുണ്ട്. കോൺഗ്രസ് മാനിഫെസ്റ്റോ ഓർ മുസ്ലിം ലീഗ് മാനിഫെസ്റ്റോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അതിൽ കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ പറയുന്നു എന്ന രീതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇവയാണ്: ഹിജാബ് എൻഫോഴ്സ്മെന്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, വെൽത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് മുസ്ലിംസ്, സ്പെഷ്യൽ റിസർവേഷൻ മുസ്ലിംസ്, ഫ്രീഡം ടു പ്രാക്ടീസ് പേഴ്സണൽ ലോസ്, മുസ്ലിംസ് ടു ബി ഡയറക്ട്ലി അപ്പോയിന്റഡ് as judges, mandate public and private entities to hire Muslims, and many more such divisive agendas. The Congress sinister designs are clear: to take away the hard-earned money of the Indians and gift it to Muslims. എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും അവിടുത്തെ ഒരു രണ്ടാം ലെവൽ നേതാവ് പറയുന്നതല്ല, BJPയുടെ ഒഫീഷ്യൽ ഹാൻഡിൽ അവർ ഇടുന്നതാണ്. അപ്പോൾ ഇത് നരേന്ദ്രമോദി വെറുതെ അങ്ങ് പറഞ്ഞതല്ല, നരേന്ദ്രമോദി കൃത്യം തീരുമാനിച്ചുറപ്പിച്ച് പറഞ്ഞതാണ്. അത് യോഗി ആദിത്യനാഥ് ആവർത്തിക്കുന്നുണ്ട്. ഇനിയുള്ള അങ്ങോട്ടുള്ള ഘട്ടങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം അവർ ഈ പറഞ്ഞ PV അൻവർ പറഞ്ഞതുപോലെ പുരുഷോത്തം രൂപാല ഒരു മര്യാദ കേട്ട വാക്ക് പറഞ്ഞു. അവിടെ രജപുത്ര ഒന്നാകെ തിരിഞ്ഞു നിൽക്കുകയാണ്. രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ് ഘട്ടം കഴിയുന്നത് വരെയെങ്കിലും ഈ വർഗീയ വിദ്വേഷ പ്രചരണം ആവർത്തിക്കും BJP എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? ശ്രീ ആനന്ദ് കൊച്ചുകൂടി. ഹാഷ്മി, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ തന്നെ ഒരു ഘട്ടത്തിലും അദ്ദേഹം കരുതി കൂട്ടാതെ അല്ലെങ്കിൽ വിചാരിക്കാതെ മുൻകൂട്ടി ആക്കാതെ ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല. അദ്ദേഹം എപ്പോഴും ഇത് ചില സംയുക്ത ഘട്ടങ്ങളിലാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ ചില ഇലക്ഷൻ സമയത്ത് ചില പ്രയോഗങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രി നടത്താറുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ NK പ്രേമചന്ദ്രനെയൊക്കെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഉദാഹരണം. ഇപ്പോഴാണെങ്കിലും രാഹുൽ ഗാന്ധിയെ ഒരു എങ്ങനെയാണ് ആക്രമിച്ചത്, പപ്പു എന്ന് വിളിക്കാതെ, ആ വാക്ക് പറയാതെ, എന്നാൽ ആ വാക്ക് അദ്ദേഹം പ്രയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആ വാക്ക് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ കാണികളെ കയ്യിലെടുത്തത്. അപ്പോൾ പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ അതിൻ്റെ ചില സൂചനകൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പോളിംഗ് മൊത്തത്തിൽ കുറവായിരുന്നു. രാജസ്ഥാനിലും ഹരിയാനയിലും ഗുജറാത്തിൽ ഉൾപ്പെടെ UP-യിൽ ഉൾപ്പെടെ രജപുത്രന്മാരും മറ്റ് പല പ്രശ്നങ്ങളും അവിടെ അവർ BJPക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് പല സീറ്റുകളിലും എത്തിയിരിക്കുന്നു. ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ 10 സീറ്റിലെങ്കിലും വലിയ ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത്. ഹരിയാനയിൽ 10-ൽ 5 സീറ്റിലും കോൺഗ്രസിന് നല്ല സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെ ഉത്തർപ്രദേശിലാണെങ്കിലും രജപുത്രന്മാർ 10-13% അവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഹിമാചൽ പ്രദേശിൽ വലിയൊരു സംഖ്യ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നോക്കി പ്രധാനമന്ത്രി ഈ അവരുടെ കോർ വോട്ട് ബേസ് ആയിട്ടുള്ള അവരുടെ ഹിന്ദുത്വ വോട്ട് ബേസിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യിക്കാൻ എന്ന ഒരു കാര്യത്തിനാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു വോട്ടർ ഫറ്റീഗ് ഉണ്ടല്ലോ, അതായത് ഒരു മടുപ്പ്, ഈ പ്രധാനമന്ത്രിയുടെ ഈ പ്രഭാഷണങ്ങൾ ഇങ്ങനെ കേട്ട് മടുത്തിരിക്കുന്ന വോട്ടർമാരെ ഒന്ന് ഉത്തേജിപ്പിച്ചുകൊണ്ട് അവരെ വോട്ടർ ബൂത്തിലെത്തിക്കുക എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രധാനമന്ത്രി വളരെ അസ്റ്റ്യൂട്ടായിട്ടുള്ള, വളരെ കഴിവുള്ള, വളരെ ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ആളാണ്. അല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലെ ഈ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലാത്ത, അല്ലെങ്കിൽ രാഷ്ട്രീയം തീരെ മനസ്സിലാക്കാത്ത ഒരാളല്ല പ്രധാനമന്ത്രി. അദ്ദേഹം എല്ലാ ചലനങ്ങളും, അദ്ദേഹത്തിന് എല്ലാ സ്പന്ദനങ്ങളും അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് 2019 പോലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇതിൽ ദേശീയത ഒരു ഘടകമല്ല. 2019 എങ്ങനെയാണ് ഒരു ആന്റി ഇൻകംബൻസി പ്രധാനമന്ത്രി മറികടന്നത്? നമുക്ക് ഓർമ്മയുണ്ട്, 2018 അവസാനം മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ജയിച്ച് കോൺഗ്രസും BJP ഏകദേശം തുല്യ നിലയിൽ എന്ന തരത്തിൽ 2019 ജാനുവരിയിൽ ഇന്ത്യ ടുഡേയിൽ സർവേ വരുന്നു. അപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്തത്? ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% റിസർവേഷൻ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം 6000 രൂപ എല്ലാ കർഷകർക്കും
അവരുടെ 2000 രൂപ വെച്ച് വർഷം തോറും 6000 രൂപ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം പെട്ടെന്നൊരു ലോട്ടറി പോലെ പുൽവാമ സംഭവം നടക്കുന്നു. അതിനുശേഷം ആ തെരഞ്ഞെടുപ്പ് ഒരു നാഷണൽ സെക്യൂരിറ്റി, ദേശീയ സുരക്ഷ എന്ന ഒരു ഒറ്റ പോയിന്റിലേക്ക് ചുരുങ്ങി പോകുന്നു. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആ സാഹചര്യമില്ല. ഇത് ഈ 2019 മാത്രമല്ല, 99 കാര്യം എടുക്കാം. 98 ഇലക്ഷൻ ജയിച്ച വാജ്പേയി 99 ആയപ്പോഴത്തേക്കും ഒരു വോട്ടിന് അദ്ദേഹത്തിന് നോ കോൺഫിഡൻസ് മോഷൻ നഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു. 99 അദ്ദേഹം കെയർടേക്കർ സർക്കാർ നിലനിന്ന സമയത്ത് കാർഗിൽ യുദ്ധം നടക്കുന്നു. ആ കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് അദ്ദേഹം വാജ്പേയി കെയർടേക്കറായിട്ട് ഭരണം നടത്തിയതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കുന്നു. NDA ആയിട്ടാണ് ജയിക്കുന്നത്. എങ്കിലും വീണ്ടും 5 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് ഭരണം കിട്ടുന്നു. 2004 നമ്മളിപ്പോൾ പറയുന്നത് പോലെ എല്ലാ സർവേകളും പറഞ്ഞത് വാജ്പേയി സർക്കാർ തിരിച്ചു വരും, ഇന്ത്യ ഷൈനിങ്. പക്ഷെ എന്താണ് സംഭവിച്ചത്? അങ്ങനെയല്ല സംഭവിച്ചത്. അപ്പോൾ അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതെല്ലാം മനസ്സിലാക്കുന്ന ആളാണ്. അദ്ദേഹം 2014 ഒരു മാറ്റം, വികസനം എന്നൊക്കെ പറഞ്ഞ് ജയിച്ചു. കോൺഗ്രസ് തറപറ്റി. 2019 ദേശീയ സുരക്ഷ വന്നു, കോൺഗ്രസ് അപ്പോഴും തറപറ്റി. പക്ഷേ ഈ 2024 വരുമ്പോൾ കോൺഗ്രസ് കാര്യമായിട്ടൊന്നും മെച്ചപ്പെട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു നേതൃത്വം ഇല്ലെങ്കിലും, ഒരു മുന്നണി എന്ന രീതിയിൽ ഇവിടെ ഇൻഡെക്സ് ഓഫ് ഒപ്പോസിഷൻ യൂണിറ്റി, പ്രണോയ് റോയ് ഒക്കെ പറയുന്നത് പോലെ ആ ഒരു ഒപ്പോസിഷൻ യൂണിറ്റി കൂടിയിട്ടുണ്ട്. യൂണിറ്റി കൂടുമ്പോൾ BJPക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉത്തരേന്ത്യയിലൊക്കെ ഈ പറയുന്നത് പോലെ 10% കൂടുതൽ ലീഡ് പല സീറ്റുകളിലും ഉണ്ട് എന്നുള്ളതാണ് BJPയുടെ ഒരു കോൺഫിഡൻസ്. പക്ഷെ അതൊക്കെ ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ മറികടക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ 2019 ഒരു സാഹചര്യമില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് പ്രധാനമന്ത്രി ഇതിൻ്റെ മുസ്ലിം ഘടകത്തെ ഉയർത്തിപ്പിടിക്കുന്നത്. ഈ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ദേശീയത മാത്രമല്ല, മുസ്ലിം അപരവൽക്കരണം, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മറുവിഭാഗത്തുള്ളത് കൂടി ഈ ഒരു ഹിന്ദുത്വ സെഗ്മെന്റിന് വലിയൊരു ഘടകമാണ്. എന്തുകൊണ്ടായിരിക്കാം പ്രധാനമന്ത്രി എപ്പോഴും ഈ മിഷൻ 370 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്, കാശ്മീരിൽ 370 അനുച്ഛേദം 370 ഞങ്ങൾ എടുത്തു കളഞ്ഞു. അപ്പോഴവിടെ ഒരു മറുവശത്ത് ഒരു മുസ്ലിം ഘടകമുണ്ട്. അതിനെ അദ്ദേഹം ആക്ടിവേറ്റ് ചെയ്യിക്കുകയാണ്. അതാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി ഇതുവരെ വളരെ ടാക്ടിക്കലായിട്ട് ചെയ്ത് ഇപ്പോൾ പച്ചയ്ക്ക് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ കോർ വോട്ടർമാരെ, ഹിന്ദുത്വ വോട്ടർമാരെ ബൂത്തിലെത്തിക്കുക, അതുവഴി ഈ ഒരു പ്രശ്നത്തെ മറികടക്കുക, ദേശീയത ഒരു ഫാക്ടർ അല്ലെങ്കിൽ അതിനെ മറികടക്കുക. രാമക്ഷേത്രം ഇപ്പോൾ ആൾക്കാർ രജപുത്ര ഭയങ്കര അതിഭീകരമായ പ്രതിഷേധത്തിലാണ്. അവർ വോട്ട് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. അവരുടെ സ്ത്രീകൾ, പുരുഷോത്തമ രൂപാല പറഞ്ഞത് കുറച്ച് കടന്നുകയാണ്, നമുക്കിവിടെ പറയാൻ കൊള്ളാത്ത വൃത്തിയുടെ വാക്കുകളാണ്. അദ്ദേഹം മാപ്പൊക്കെ പറഞ്ഞെങ്കിലും രജപുത്ര സ്ത്രീകൾ ഉപവാസം ഇരിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ദേശീയ മാധ്യമങ്ങൾ അത് കാര്യമായ വാർത്തയാവില്ല, സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ ആ ബെൽറ്റിൽ രജപുത്ര 14% വോട്ടുണ്ട് രാജസ്ഥാനിൽ. അപ്പോൾ ആ വോട്ടൊഴുക്കി പോക്കലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ സ്ട്രാറ്റജി മാറ്റം സ്വാഭാവികമാണ്. CPM ആർഷോ നേരത്തെ ഗോപാൽ താങ്കളെ പറ്റി വ്യക്തിപരമായി പറഞ്ഞിരുന്നു, അതിനോട് ചേർത്ത് മറുപടി. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് മുഖങ്ങളിൽ ഇങ്ങനെയൊന്നും പറയാത്ത ആളല്ല ആർഷോ. എല്ലാ കാലവും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ JM ലിങ്ദോ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷനെ ജോസഫ് മൈക്കൽ ലിങ്ദോ എന്ന ഫുൾ പേര് പറഞ്ഞത് മുതൽ, പൗരത്വകാലത്ത് വസ്ത്രം നോക്കി ആളെ തിരിച്ചറിയാമെന്ന് പറയുന്നത് മുതൽ, ഈ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ അഹമ്മദ് പട്ടേലിനെ മുഖ്യമന്ത്രിയാക്കാൻ നീക്കം നടക്കുന്നു, അതിന് മൻമോഹൻ സിംഗ് പാകിസ്ഥാനുമായി ചർച്ച നടത്തിയെന്ന് പച്ചക്കള്ളം പറഞ്ഞത് മുതൽ തെരഞ്ഞെടുപ്പ് ഓർമുഖത്ത് ഇത് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിക്ക് ഒരു പുതുമയല്ല ആർഷോ? അതിനകത്ത് കൃത്യമായി ഇവിടെ പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ അങ്ങേയറ്റം നെറികെട്ട രാജ്യവിരുദ്ധമായിട്ടുള്ള വർത്തമാനമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ കേരളവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കേരളത്തിന് കൊമ്പുണ്ടോ എന്നുള്ള നിലയ്ക്ക് BJPയുടെ പ്രതിനിധി ചർച്ചയുടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സൂചിപ്പിക്കുന്ന ഒരു നില ഉണ്ടായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലുള്ള ജനങ്ങളുടെ ഉറപ്പ് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ കരുത്ത് എന്നുള്ളത് ഒരു കാലത്തും ഒരു ഘട്ടത്തിലും ഗുജറാത്തിലേതുപോലെ, ഒറീസയിലേതുപോലെ, മണിപ്പൂരിലേതുപോലെ മനുഷ്യക്കുരുതി അരങ്ങേറുന്ന ഒരിടമായിട്ട് ഈ നാട് മാറില്ല എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിലും മതത്തിൻ്റെ പേരിൽ, വർഗീയത പേരിൽ ഈ നാട്ടിലെ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് രക്തച്ചൊരിച്ചിലുണ്ടാക്കിയ രക്തച്ചൊരിച്ചിൽ നിന്ന് മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP രാഷ്ട്രീയ ലാഭം കൊയ്യുന്നത് പോലെ ഒരു സാഹചര്യം ഈ നാട്ടിൽ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ കരുത്ത്. ആ കരുത്ത് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് സംഘപരിവാരത്തെ സംബന്ധിച്ച്, RSSനെ സംബന്ധിച്ച് എന്തെല്ലാം പാഴ്ശ്രമങ്ങൾ നടത്തിയിട്ടും കേരളത്തിനകത്ത് നിങ്ങൾ ക്ലച്ച് പിടിക്കുന്ന നിലയുണ്ടാവാത്തത്. കൃത്യമായി രാഷ്ട്രീയ കരുത്തോടെ നിങ്ങളെ അകറ്റി നിർത്താനുള്ള രാഷ്ട്രീയ ബോധ്യം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട്. എന്തെല്ലാം വിദ്വേഷം, എന്തെല്ലാം വെറുപ്പ് വമിപ്പിക്കുന്നവ ഈ നാടിനെ കുറിച്ച് നിങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി. ഇപ്പോൾ കേരള സ്റ്റോറിയൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അങ്ങനെ ഏത് നിലക്കുള്ള ശ്രമം നടത്തി കഴിഞ്ഞാലും ഈ നാട് പരാജയപ്പെടില്ല എന്നുള്ളതാണ്. അദ്ദേഹം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്.
ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള നിലയിലേക്കുള്ള വലിയ ആത്മവിശ്വാസം പ്രചരിപ്പിക്കുന്ന സാഹചര്യം കണ്ടു. എന്തിൻ്റെ പുറത്തു നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 2024 ഇന്ത്യ എത്തിച്ചേർന്നിട്ടുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് ഈ നാടിന് നല്ല ബോധ്യമുണ്ട്. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയല്ലേ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? 10 വർഷക്കാലത്ത് നരേന്ദ്രമോദി ഭരണത്തിന്റെ ഉൽപ്പന്നം എന്താ? ലോകത്ത് തന്നെ ഏറ്റവും അധികം പരമദരിദ്രരുള്ള രാജ്യമായിട്ട് ഇന്ത്യ പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളതല്ലേ 10 വർഷക്കാലത്ത് നരേന്ദ്രമോദി ഭരണത്തിന്റെ ഉൽപ്പന്നം? ഈ രാജ്യത്ത് വിലക്കയറ്റം ഉൾപ്പെടെയുള്ള അതിരൂക്ഷമായി ജനങ്ങളെ ബാധിക്കുന്ന സാഹചര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ 10 വർഷത്തിനിടയിൽ ചില കോർപ്പറേറ്റുകൾ അല്ലാതെ, നരേന്ദ്രമോദിയുടെ തോഴന്മാരായ കോർപ്പറേറ്റുകൾ അല്ലാതെ ആർക്കാണ് നേട്ടമുണ്ടായിട്ടുള്ളത് ഈ 10 വർഷം കൊണ്ട്? ലോകത്തിൽ ഏറ്റവും അധികം തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ യുവാക്കൾ തിങ്ങിപ്പാർക്കുന്ന അസന്തുഷ്ടരായ മനുഷ്യരുള്ള രാജ്യമാക്കി 2024 എത്തുമ്പോഴേക്കും ഇന്ത്യയെ പരിവർത്തനം ചെയ്തിട്ടുള്ള നിങ്ങൾ മേനി നടിച്ചുകൊണ്ടിരിക്കുക ഈ നാടിനെ വർഗീയമായി ധ്രുവീകരിച്ച് വീണ്ടും അധികാരത്തിൽ തുടരാമെന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരോട് ഉയർത്തെഴുന്നേൽപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളതിനകത്ത് തർക്കമില്ല. സംഘപരിവാരത്തിന്റെ നെറികെട്ട ഭരണത്തെ വലിച്ചു താഴെയിടുന്നതായിരിക്കും 18ാമത് പൊതു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. ഈ റിസൾട്ട് രാജ്യത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, ഇന്ത്യയെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളതിനകത്ത് തർക്കമില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം പറഞ്ഞ എല്ലാ വെളിവുകേടിനും മറുപടി പറയാൻ വേണ്ടിയിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചാണകം ഇങ്ങനെ തിന്ന് തൊണ്ടയിൽ കുടുങ്ങി കഴിയുമ്പോൾ പറയുന്ന നെറികെട്ട വളിച്ച വർത്തമാനങ്ങൾക്ക് മറുപടി പറയാൻ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പറയേണ്ട ഘട്ടങ്ങൾക്ക് ഇതിനു മുൻപ് പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഈ നിലക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത്. ആനന്ദ് കൊച്ചുകൂടി നേരത്തെ സംസാരിച്ച ഘട്ടത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഹലോ അദ്ദേഹം സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാചകങ്ങളെ പ്രധാനമന്ത്രി പറഞ്ഞ നെറികെട്ട വാക്കുമായിട്ട് താരതമ്യം ചെയ്ത് അതിനെ ഒരുമിച്ച് ചേർത്തൊന്ന് കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിനുണ്ടായി. അത് ഈ പറഞ്ഞ ആൾ ഉൾപ്പെടെ ഈ നരേന്ദ്രമോദി ഈ നാട്ടിൽ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും നീചമായ വർത്തമാനം അതിന്റെ ഗ്രാവിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി മാത്രം ഉപകരിക്കുന്ന നിലയിൽ, അതിന്റെ ഗ്രാവിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള അധിക പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നിലയാണ് ആനന്ദ് കൊച്ചുകൂടിയുടെ ഉൾപ്പെടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തിയ വിമർശനം, അദ്ദേഹം പറഞ്ഞ പ്രയോഗത്തിന്റെ തൊട്ട് മുൻപും അതിനു മുൻപും അതിനു ശേഷം പിണറായി വിജയനെതിരെ പറഞ്ഞാൽ എല്ലാവരും മോദിക്ക് വേണ്ടി പണിയെടുക്കുന്നതിനാണെന്ന് പറയല്ലേ? ആനന്ദ് കൊച്ചുകൂടിയുടെ ലേഖനം വായിച്ചാൽ അറിയാം. ഏത് പൊളിറ്റിക്കൽ പൊസിഷനിലാണ് ആനന്ദ് കൊച്ചുകൂടി എല്ലാവർക്കും അറിയാം. സർ, പിണറായി വിജയനെ പറ്റി പിണറായി വിജയനെതിരെ പറഞ്ഞാൽ എല്ലാവരും അങ്ങ് മോദി അനുകൂലികളാണ് എന്നൊരു ചാപ്പ അടിച്ചു കൊടുക്കല്ലേ? ഹർഷം, അങ്ങനെയല്ലോ ചാപ്പ അടിച്ചു കൊടുക്കല്ലേ? ഒരു ചാപ്പയുടെയല്ലോ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആനന്ദ് കൊച്ചുകൂടി ലേഖനങ്ങൾ വായിക്കും, ഒരുപാട് ലേഖനങ്ങൾ ആളാണ്. ഏത് പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കുന്ന ആലോചിക്കും. അല്ല എനിക്ക് ലേഖനം വായിക്കുന്നതിന് വേണ്ടി ആശുപത്രി ഉപദേശിച്ചിട്ടൊന്നും ആവശ്യമില്ല. അത് വെക്ക്. ഇവിടെ നരേന്ദ്രമോദി പറഞ്ഞ ഏറ്റവും നീചമായ വർഗീയ പരാമർശത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ അതിനോട് കൊണ്ടുപോയി ചേർത്ത് കെട്ടാണ് പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ്. പിണറായി വിജയൻ പറഞ്ഞത് എന്താ? ഈ കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടി തയ്യാറാകാതെ രാഹുൽ ഗാന്ധി വന്നു നിന്ന് പറഞ്ഞ വർത്തമാനത്തിനുള്ള മറുപടി പറഞ്ഞത്. അതിനെ എങ്ങനെ നരേന്ദ്രമോദി പറഞ്ഞ പിണറായി വിജയൻ പറയുന്ന ആ രാഷ്ട്രീയത്തിലൊന്നും ആരും പ്രശ്നം കാണുന്നില്ല. ഇവിടെ PV Anwar എന്ന് പറയുന്ന ഒരു സാമാജികനാണ്. PV Anwar എന്ന് പറയുന്ന ഒരു സാമാജികൻ പറയുന്ന അങ്ങേയറ്റം പന്ന വർത്താനത്തെ പിണറായി വിജയൻ എൻഡോസ് ചെയ്യുന്നു, തള്ളിപ്പറയുന്നില്ല എന്നാണുള്ള പ്രശ്നം. ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞിട്ടുള്ള ആ പറഞ്ഞ വർത്തമാനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അദ്ദേഹം ഇത് രണ്ടിനും ഒരുമിച്ച് കൊണ്ട് ചേർത്തൊരു അവതരണം നടത്തിയതിനകത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇടപെട്ടില്ല. ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു നാക്കുവഴിയിൽ സംഭവിച്ചു പോയതല്ല ആ മുസ്ലിം വിരുദ്ധ പരാമർശം. അതിനുശേഷം യോഗി ആദിത്യനാഥിന്റെ മുസ്ലിം വിരുദ്ധ പരാമർശം, കർണാടകയിൽ അവരുടെ BJP ഹാൻഡിൽ എന്നാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അതിൻ്റെ പിന്നാലെ. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രചരണത്തിൻ്റെ ആവേശത്തിൽ വന്നു പോകുന്ന വാക്കുകളല്ല. കൃത്യമായ സ്ട്രാറ്റജിയിൽ ഈ സമയത്ത് ഇതുപയോഗിച്ചാൽ മാത്രമേ ആദ്യഘട്ടത്തിലെ ക്ഷീണം തീർക്കാൻ കഴിയൂ എന്ന കൃത്യമായ ബോധ്യത്തിൽ തീരുമാനിച്ചുറപ്പിച്ചെടുക്കുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ ആ സ്ട്രാറ്റജി ഇലക്ഷൻ കമ്മീഷനോട് പരാതി കൊടുത്ത് മറികടക്കാൻ കഴിയും എന്ന് കോൺഗ്രസ് കരുതണോ? അല്ല, ഇതിനേക്കാൾ വലിയ സ്ട്രാറ്റജി
കർണാടക തെരഞ്ഞെടുപ്പിൽ നടത്തിയില്ല, കേരളത്തിലേക്ക് നോക്കി കേരള സ്റ്റോറി അല്ല എന്ന് പറഞ്ഞില്ലേ? കേരളത്തിൽ ഇന്ത്യ രാജ്യത്തെ 10 വർഷം കൊണ്ട് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന മൗത്ത് പീസിന് ബാക്കിൽ നിന്ന് കുറേ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് വിദ്വേഷം അങ്ങ് വമിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വോട്ട് മുഴുവൻ മാറും എന്ന ധാരണയൊന്നും വേണ്ട. ആ കാലഘട്ടം മാറി. 400 സീറ്റ് കിട്ടും എന്നല്ലേ ഈ ഗോപാലകൃഷ്ണനൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിരുന്നത്? എവിടെ 400 സീറ്റ് കിട്ടുമ്പോൾ, രാജസ്ഥാനിൽ 24 കിട്ടുമ്പോൾ എന്തിനാ ഗോപാലകൃഷ്ണൻ സാർ ഈ തരത്തിലുള്ള വിദ്വേഷത്തിലേക്ക് പോകുന്നത്? ഇല്ലാത്ത കാര്യം ഒരു മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിച്ചോ? കോൺഗ്രസ് മാനിഫെസ്റ്റോയെ പറ്റി ഒരു മറുപടി പറയാൻ സാധിച്ചു? നിങ്ങൾ ഇതിന്റെ അപ്പുറവും പറഞ്ഞിട്ടുണ്ട്. ഹാഷ്മിക്ക് ഓർമ്മയില്ലേ, ബുൾബുൾ പക്ഷികളുടെ തേരിലേറി പറന്ന് ജയിലിൽ നിന്ന് പുറത്തുപോയി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സവർക്കർ എന്ന് പാഠപുസ്തകത്തിൽ അച്ചടിച്ചു വെച്ച ആളുകളാണ് ഇവരിൽ അധികം അപ്പുറമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നേരത്തെ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞാൽ വീണ് കിട്ടിയ അതല്ല പുൽവാമ, ഉണ്ടാക്കിയതാണ് ആനന്ദ് കൊച്ചുകൂടി. ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ പട്ടാളക്കാരെ കൊന്ന് കൊലവിളിച്ചതാണ് BJP. ആ രക്തത്തിന്റെ മുകളിലാണ് 5 വർഷം ഭരിച്ചത്. ആ രക്തത്തിന്റെ മുകളിൽ 5 വർഷം ഭരിച്ചതാണ് BJP. ഇനി ആർഷോയോട് ഞാൻ വളരെ സ്നേഹത്തോട് പറയാം, ആർഷോ നിങ്ങളുടെ പാർട്ടി തള്ളി പറയാൻ ഒരു മിനിറ്റ് ആഷ്മി, നിങ്ങളുടെ പാർട്ടി സമയത്ത് ഡിവൈഎഫ്ഐയുടെ ഏതാരോപണം? പുൽവാമയിലെ സൈനികരെ ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം കടന്ന പരാമർശമാണെന്ന് ഞാൻ പറയുകയാണ്. അതങ്ങ് ഒരു കടന്നതുമല്ല, ഞങ്ങളല്ല പറഞ്ഞത്. BJPയുടെ ഗവർണർ പലവട്ടം പറഞ്ഞതാ, ഞങ്ങൾ പറഞ്ഞതാ. BJPയുടെ ഗവർണർ പറഞ്ഞു അത് ഉണ്ടാക്കിയതാണ്. ആർക്കാ അതിൽ സംശയമുള്ളത്? ഈ ലോകത്തൊരാൾക്കും സംശയമില്ല. ഒരിക്കൽ അതിനുശേഷം ആ കാലഘട്ടത്തിലുണ്ടായ BJPയുടെ ഗവർണർ പലവട്ടം പറഞ്ഞതാ, ഞങ്ങൾ ഇക്കൊല്ലം പ്രതീക്ഷിച്ചതാ എവിടെയെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന്. ഭാഗ്യത്തിന് അത് ഒരു ജീവനും പോയിട്ടില്ല, അത്രയും ഞങ്ങൾ പറയുന്നുള്ളൂ. എന്നാൽ ഇവന്മാർ പറയുന്നത് പോലെയുള്ള സംസാരം സംസാരിക്കുന്നില്ല. ഇനി SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് വളരെ സ്നേഹത്തോട് ചോദിക്കുക, സർ, നിങ്ങളുടെ പാർട്ടി ഗോവിന്ദ മാഷ് തള്ളിപ്പറഞ്ഞതാ കണ്ണൂരിൽ 4 DYFIക്കാർ ബോംബുണ്ടാക്കി ഒരാൾ മരിച്ച സമയത്ത് നിങ്ങളുടെ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല, നിങ്ങൾ പോഷക സംഘടനയല്ല എന്നാ പറഞ്ഞു. എന്നിട്ടും കിടന്ന് ന്യായീകരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് പിറകിൽ തപ്പി നോക്കണം, നട്ടല് അവിടെയുണ്ടോ എന്ന്. ഞാൻ ആർഷയോട് ഒറ്റ ചോദ്യം ചോദിക്കുന്നു. ഇന്ന് അൻവർ എന്ന എംബോക്കി പറഞ്ഞത് ഞാൻ പിണറായി വിജയനെതിരെ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ എന്നോട് പ്രതികരിക്കുക? അത് മാത്രം എനിക്ക് കിട്ടിയാൽ മതി. ആ ഒറ്റ ചോദ്യത്തിന് ഉത്തരം. ആർഷോ, നിൽക്കുന്ന മറുപടി ഉണ്ടോ? DNA പരിശോധന പിണറായിയുടെ പേരിൽ പറഞ്ഞാൽ എന്തായാലും വയനാട്ടിലും മലപ്പുറത്തൊക്കെ കോൺഗ്രസിന്റെ നട്ടലും വയനാട്ടിലും മലപ്പുറത്തൊക്കെ നമ്മൾ കണ്ടായിരുന്നു. സംഘപരിവാരം കൊടി ഇങ്ങനെ താഴ്ത്തി വെക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ചോദ്യത്തിന് മറുപടി പറയാനുണ്ടെങ്കിൽ ആർഷോ മറുപടി പറ. SFIയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ? നിങ്ങളുടെ അഖിലേന്ത്യാ കമ്മിറ്റി ആന്ധ്രയിലും തെലങ്കാനയിലും കർണാടകയിലും ഇതേ രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിച്ചത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ജോഡോ യാത്ര കടന്നു പോകുമ്പോൾ. ആ SFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിക്ക് ആർജവമുണ്ടെങ്കിൽ മറുപടി പറ. അല്ല എന്ത് നിങ്ങളെ ചോദ്യം കേട്ടില്ല. ചോദ്യം PV അൻവർ രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞ DNA പരിശോധന നടത്തണമെന്ന പരാമർശം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി നിജേഷരവും നടത്തുകയാണെങ്കിൽ എന്താകും പ്രതികരണം എന്നാണ് ചോദ്യം. ഇതിനകത്ത് PV അൻവറിന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വാക്കുകൾ ഉപയോഗിക്കുന്ന ഘട്ടത്തിനകത്തൊക്കെ പാലിക്കേണ്ട ജാഗ്രതയെ സംബന്ധിച്ച ജാഗ്രതയൊക്കെ എല്ലാ ആളുകൾക്കും മറുപടി നിങ്ങളുടെ അല്ലല്ല ഇവിടെ മകളെ സംബന്ധിച്ച് കരുണാകരന്റെ മകളെ കുറിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞ വർത്തമാനം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആ ഘട്ടത്തിൽ നിങ്ങളുടെ ഈ ആർജവം കണ്ടിരുന്നില്ലല്ലോ. ഗോപാലകൃഷ്ണൻ ഇവിടെ നിജേഷ് പറഞ്ഞതുപോലെ രാജസ്ഥാനിൽ 25-25 എന്ന പഴയ റിസൾട്ട് ആവർത്തിക്കാൻ കരുത്തുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഡിവിസീവ് അജണ്ട ഇറക്കുന്നത്? ഇടപെടരുത്. പാകിസ്ഥാൻ്റെ സ്വരമാണ് കോൺഗ്രസ്സിന്. അതുകൊണ്ടാണ് പുൽവാമയെ പാകിസ്ഥാൻകാർ പറഞ്ഞതുപോലെ പറഞ്ഞത്. പുൽവാമയുടെ കാര്യത്തിൽ മാത്രമല്ല, സർജിക്കൽ സ്ട്രൈക്കിൻ്റെ കാര്യം വന്നപ്പോഴും ഈ നാട്ടിലെ സേനാനായകന്മാർ പറഞ്ഞത്, ഈ നാട്ടിലെ സൈന്യം പറഞ്ഞത് വിശ്വസിക്കാതെ പാകിസ്ഥാന്റെ കൂടെ നിന്ന വർഗവഞ്ചകരാണ്, രാജ്യദ്രോഹത്തിന് വേണ്ടി കൂട്ടുനിൽക്കുന്നവരാണ് ഈ കോൺഗ്രസ്. ഞാനൊരു കാര്യം ചോദിക്കാം, നിങ്ങൾ ഭരിക്കുന്ന കാലത്തല്ലേ ഈ ബോംബെയിലേക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടരുത്. ഞാൻ സംസാരിക്കുമ്പോൾ ആളല്ലേ
കോൺഗ്രസ് ഇത്ര നാൾ ഞാൻ ഇല്ലാത്ത കാര്യം പറയരുത്. ഇല്ലാത്ത കാര്യം പറയരുത്. ഞങ്ങൾ മോദി പറയുന്നത് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ഇവിടെ സത്യപാൽ മാലിക് പറഞ്ഞ കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്നാണ് വിജേഷ് പറഞ്ഞത്. സത്യപാൽ മാലിക് പാകിസ്ഥാനാണോ എന്ന ചോദ്യം കൂടി നിങ്ങൾ പറഞ്ഞ ആളല്ലേ ആർഷോ? ഞാൻ മിണ്ടാതിരുന്ന് കേട്ടവനാണല്ല. ആ മര്യാദ നിങ്ങൾ കാണിക്കേ. അത് വൺ സൈഡഡ് അല്ലല്ലോ ചർച്ച. ആ മര്യാദ നിങ്ങൾ കാണിക്കുക. ചർച്ചയിൽ വല്ലപ്പോഴും കയറി വന്ന് മര്യാദ കേട്ട് കാണിക്കരുത്. ഞാൻ നിങ്ങൾ പറയുന്നത് മുഴുവൻ കേട്ടിരുന്ന ആളാണ്. എന്റെ ഫ്ലോ നിങ്ങൾ കളയരുത്. അപ്പോ ഞാൻ ചോദിക്കുന്ന, മഹാരാഷ്ട്രയിൽ ബോംബെയിൽ വന്ന് പാകിസ്ഥാൻകാർ വെടിവെച്ചില്ലേ? പാവപ്പെട്ട പൊതുജനങ്ങളെ കൊന്നില്ലേ? എന്താ കോൺഗ്രസ്സുകാരുണ്ടാക്കിയതാണോ? ആണെങ്കിൽ പറ. ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഭീകരവാദികളുമായി സന്ധി ചെയ്ത് അവർക്ക് 370 വകുപ്പ് കൊടുത്ത് അവരുമായി എല്ലാം ഐക്യപ്പെട്ടലും അവർക്ക് രാജ്യത്തെ തകർത്ത ഭീകരവാദികളെ കെട്ടിപ്പിടിച്ച മൻമോഹൻ സിംഗിന്റെ കോൺഗ്രസിന്റെ ഭരണകാലമല്ല ഇത്. ഒരു തരി മണ്ണ് പോലും ഈ രാജ്യത്തിന്റെ കൊടുക്കാതെ ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണമാണിത് നടക്കുന്നത്. നിങ്ങൾ എന്താണ്, ഞാൻ ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റോയിൽ എഴുതി വച്ചിരിക്കുന്നത്? നിങ്ങൾ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചത് വളരെ കൃത്യമാണ്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എക്സ്റേ പരിശോധന നടത്തും. ഓരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലും എക്സ്റേ പരിശോധന നടത്തും. എന്നിട്ട് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് നടപ്പാക്കും. അതിന്റെ കൂടെയാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് മുസ്ലിം ഹാസ് ഫസ്റ്റ് ക്ലെയിം ഓൺ ഓൾ റിസോഴ്സസ്. നിങ്ങൾ മിണ്ടാതിരിക്കുന്ന എന്റെ ആശ്മീയോട് മിണ്ടാതിരിക്കാൻ പറയും. ഒരു മര്യാദയാണ് കാണിക്കരുത്. നിങ്ങൾ പറയേണ്ട സമയത്ത് നിങ്ങൾ മിണ്ടാതിരിക്കും. ഇയാളെ കൊണ്ട് തോറ്റല്ലോ ചെങ്ങാതി. ഇയാൾ എന്ത് വർത്താനം പറയണേ? മിണ്ടാതിരിക്കണോ? തോന്നിവാസം പറയാൻ നിൽക്കുന്നത് ഇവിടെ മര്യാദയിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ നിങ്ങളെ തടയുന്നുണ്ടോ? ഞാൻ ഇവരൊക്കെ പറയുമ്പോ കേട്ടോണ്ടിരുന്ന ആഷ്മി നിങ്ങൾ തടഞ്ഞില്ലെങ്കിൽ ഞാൻ അയാൾ നിർത്താതെ ഞാൻ ഈ ചർച്ച അതൊരു മര്യാദകേടല്ലേ? നിങ്ങൾ പറയുമ്പോ കേട്ടിരിക്കുക. നിങ്ങൾ പറഞ്ഞ കളവ് മുഴുവൻ ഞാൻ കേട്ടവനല്ലേ? നിങ്ങൾ പറഞ്ഞ കളവ് മുഴുവൻ ഞാൻ കേട്ടിരുന്ന ആളാണ്. അതല്ലേ മര്യാദ? അപ്പൊ ആ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും വെൽത്ത്, സമ്പത്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അതിനെന്താ മറുപടി പറഞ്ഞത്? അത് മൻമോഹൻ സിംഗ് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈല്. ആ മൊബൈലിലെ പ്രധാനപ്പെട്ട വാക്യം ഞാൻ വായിക്കാം. 4 മാസം മുമ്പ് കന്നഡ തെരഞ്ഞെടുപ്പിൽ ആ സിദ്ധാരാമയ്യ പറഞ്ഞതാണ്. ഇത് കിടക്കുന്നത് TV9 കന്നഡ 10/3. ഐ വിൽ ഷെയർ വെൽത്ത് ഓഫ് ദ നാഷൻ ടു ദ മുസ്ലിം. അങ്ങനെയാണോ പറയേണ്ടത്? ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും അവകാശപ്പെട്ടതാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ മതപരമായ ന്യൂനപക്ഷത്തിനോ? ശരി. ഈ പറഞ്ഞ TV9 ഒന്നും അറിയില്ല. വ്യാജ കാർഡുകൾ ഇറങ്ങുന്ന കാലമാണ്. സിദ്ധരാമയ്യ അങ്ങനെ പറയാൻ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വലിയ എക്കണോമിക് കൺസെപ്റ്റാണ് ബി ഗോപാലകൃഷ്ണൻ. അത് മാല പറിച്ചെടുത്ത് അപ്പുറത്ത് വെട്ടി കൊടുക്കുന്നതും അല്ലെങ്കിൽ സ്വത്ത് പിടിച്ചെടുത്ത് മുസ്ലിം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വികലമായ അവതരണമാണ്. അത്രേ പറയാനുള്ളൂ. അത് കേരളത്തിലെങ്കിലും പറയാതിരിക്കും ദയവ് ചെയ്ത്. ചർച്ചയിൽ 4 പേർക്ക് നന്ദി.